അങ്ങനെ ആദ്യത്തെ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ട്ടോ. അപ്പോൾ എനിക്ക് സർപ്രൈസ് ആയത് എന്താ വെച്ചാൽ ഇത് ചുവപ്പ് വെണ്ടയാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചുവപ്പ് വെണ്ട കാണുന്നത്. അപ്പോൾ തൈ മേടിച്ച സമയത്ത് അതൊന്നും അറിയില്ലായിരുന്നു. ഇനി വെണ്ടയ്ക്ക നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിയുക കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളകും മുറിച്ചിടുക. എന്നിട്ട് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഇത് ശരിക്കും പറയുക വെച്ചാൽ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കേട്ടോ. നമുക്കിപ്പം മടിയൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി എളുപ്പത്തിലുള്ളൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതും അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ അന്നത്തെ ഫുഡ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ വേവും. പക്ഷേ ഇതിലൊരു അത്ഭുതം എന്താ വെച്ചാൽ റെഡ് വെണ്ട വെന്തപ്പോൾ സമയത്ത് പിന്നെ കാണുന്നത് ഗ്രീൻ കളറാട്ടോ. അതെന്താ അങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. ഇനി നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിന് ശേഷം ഓഫാക്കിയതിന് ശേഷം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാലാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഒരു അടിപൊളി സിമ്പിൾ കറി റെഡി.